വഖഫ് എന്താണ് എന്ന് പലപ്പോഴും ഇവിടെ പൊതുവെ ജനങ്ങൾക്ക് അറിയില്ല, മുസ്ലിങ്ങൾക്കും പോലും എന്താണെന്ന് അറിയില്ല. ഇത് സത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള നുണ പറയുന്നത് ഇത് പള്ളി പണിയാനാണ്, ഇത് മദ്രസ പണിയാനാണ്, ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയ കർമ്മങ്ങൾക്കാണ് എന്ന വലിയ തെറ്റിദ്ധാരണ, നുണ ഇതിന്റെ പേരിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കിയോളജി ഓഫ് ഇന്ത്യ, ഡൽഹി കോർപ്പറേഷൻ, റെയിൽവേ ഇവരെല്ലാവരും വഖഫ് ഭൂമി കൈവശം വെച്ചിട്ടുള്ളവരാണ്. 2002 LK അദ്വാനി മില്ലനിയം പാർക്ക് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, ഡൽഹിയിൽ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര കോടിയാണെന്ന്. 2002 LK അദ്വാനി ഉദ്ഘാടനം ചെയ്ത മില്ലനിയം പാർക്കിൽ 10 ഏക്കറയും ഖബറിടത്തിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയാണ്. ഇനി ഇതിലൊക്കെ നമുക്ക് അത്ഭുതപ്പെടുന്നത് അംബാനിയുടെ ആന്റില എന്നല്ല പേര്, 32 നിലയുള്ള ആന്റില ആഡംബര വീട് പൂർണ്ണമായും വഖഫ് ഭൂമിയിലാണ്. വെറും 22 കോടിയോ മറ്റോ. നമ്മുടെ നാട്ടിലെ ഒരു എറണാകുളത്തെ 10 സെന്റിന്റെ വില പോലും കൊടുക്കാതെയാണ് ഇത്രയും വിലപിടിപ്പുള്ള ഭൂമി. ഏതോ മനുഷ്യൻ, നമുക്ക് ആധാരം കണ്ടിട്ടില്ല, ഏതോ ഒരു മനുഷ്യൻ തന്റെ ആത്മസംതൃപ്തിക്കായി ദൈവ പ്രാർത്ഥനയുടെ ഭാഗമായി ദരിദ്രർക്കോ പാവങ്ങൾക്കോ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനോ കൊടുത്ത പണമാണ് 32 നിലകളായി അവിടെ ആഡംബര സ്വിമ്മിംഗ് പൂളുകളും ആഡംബര ജീവിതവും നയിക്കുന്ന അംബാനിയുടെ ആന്റില നിലനിൽക്കുന്നത് എന്ന് നോക്കണം. ഡൽഹിയിൽ മാത്രം ഇതിനകം 128ഓളം പ്രോപ്പർട്ടികൾ ഡീനോട്ടിഫൈ ചെയ്തു കഴിഞ്ഞു, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നിയമം നിർമ്മിക്കാൻ പോവുകയാണ്, തകർക്കാൻ. ഇനി മുനമ്പം വിഷയത്തിലേക്ക് വരികയാണ്. ഇത് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവരാവകാശ രേഖ അനുസരിച്ച് കിട്ടിയ എല്ലാ രേഖകളും നമ്മുടെ കയ്യിലുണ്ട്. ഇത് വഖഫ് ആണെന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതാണ് വഖഫ് ബോർഡിന്റെ ഉത്തരവാണിത്. 1995 വഖഫ് ബോർഡ് നിയമമാണിത്. ഈ നിയമത്തെ ലംഘിക്കാൻ, ഇതൊരു മുസ്ലിം പ്രശ്നമാണ് എന്ന് കൃത്രിമമായി പറയുന്നതാണ്. ഇതൊരു മുസ്ലിം പ്രശ്നമല്ല, മുസ്ലിം പണ്ഡിറ്റിന്റെ പ്രശ്നമല്ല, മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രശ്നമല്ല. ഈ പ്രശ്നം ഇന്ത്യയിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം അംഗീകരിക്കാൻ ഓരോ പൗരനും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. അത് ആ സമുദായത്തിന് ആ നിയമം ലഭ്യമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ കാപട്യം നടത്തി സംഘപരിവാറിനും ഇവിടുത്തെ മറ്റ് തീവ്ര സംഘങ്ങൾക്കും സംഘപരിവാറിനെ നിർഭാഗ്യവശാൽ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കും, അതായത് മണിപ്പൂർ എന്താണെന്ന് പോലും അറിയാത്ത ന്യൂനപക്ഷങ്ങൾക്കും മനസ്സിലാവാത്ത കാര്യം. അധിക മുന്നാധാരങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ തന്ത്രം. ഇത് വഖഫ് ഭൂമി അല്ലെങ്കിൽ ഇവരെന്തിനാണ് കൃത്രിമാധിക മുന്നാധാരങ്ങൾ ഉണ്ടാക്കിയത്? അനധികൃത മുന്നാധാരങ്ങൾ 2ഉം 3ഉം മുന്നാധാരങ്ങൾ ഉണ്ടാക്കി. കാരണം വാങ്ങുന്ന ആൾ മുന്നാധാരത്തിലേക്ക് പോകാറില്ല, ഒരു 3 ആധാരക്കെ നിർത്തും. ഇതിന് ഇടയിൽ അനധികൃതമായി കൃത്രിമമായി 2ഉം 3ഉം മുന്നാധാരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വഖഫിന്റെ ആധാരത്തിലേക്ക് പല പാവങ്ങളും പാവപ്പെട്ടവരും പോയില്ല. അവരെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്. അല്ലാണ്ട് റിസോർട്ട് മാഫിയയ്ക്കും ബാറുകാർക്കും സ്വന്തം വക്കീലില്ല, സ്വന്തം അഭിഭാഷകനില്ല, അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അത് പാവപ്പെട്ട മനുഷ്യരെ മാത്രം ആ രീതിയിൽ വഞ്ചിക്കാൻ കഴിയുള്ളൂ. അതിന്റെ സത്യത്തിൽ 1/3 ഭാഗം മാത്രമേ ഈ കുടുംബങ്ങൾ എന്ന് പറയുന്നതുള്ളൂ എന്നാണ് പറയുന്നത്. മുനമ്പം വഖഫ് നേരും നുണയും എന്ന ഏറ്റവും സമകാലികമായ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് എറണാകുളത്ത് സംഘടിപ്പിച്ച കൺവെൻഷനിൽ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ PA പ്രേംബാബു നടത്തിയ വിഷയാവതരണം പൂർണ്ണമായും നമുക്ക് കേൾക്കാം. ഡോക്യുമെന്റുകളടക്കം തെളിവ് സഹിതം കൃത്യമായി ഇതിന്റെ അണിയറയിൽ നടക്കുന്ന അജണ്ടകൾ ഇദ്ദേഹം വെളിവാക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു ഡാറ്റ ബേസ് ചെയ്ത് അടിസ്ഥാനത്തിൽ അതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആദ്യമാണ് ഞാൻ ഒരു സ്പീച്ച് ഡെലിവറി ചെയ്യുന്നത്. ഇനി വഖഫിനെ കുറിച്ച് ചെറിയ ഒരു ചരിത്രം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് വലിയ ഉത്തരവാദിത്തമാണ് സംഘടന തന്നിട്ടുള്ളത്. ഇതിൻ്റെ വിശദീകരണം പൂർണ്ണമാകണം എന്നതുകൊണ്ട് വഖഫ് എന്താണ് എന്ന് പലപ്പോഴും ഇവിടെ പൊതുവെ ജനങ്ങൾക്ക് അറിയില്ല, മുസ്ലിങ്ങൾക്കും പോലും എന്താണെന്ന് അറിയില്ല. ഒരു കാര്യം അറിയാം, ഇതൊരു മുസ്ലിം ദാന രീതിയാണ് എന്നറിയാം. അതായത് വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തടഞ്ഞു നിർത്തുക, അന്യാധീനപ്പെടുന്ന സ്വത്ത് തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അറബ് സംസ്കാരത്തിലെ അറബ് ഭരണ സംവിധാനത്തിന് പൊതുജന ആവശ്യത്തിനുള്ള പണം കണ്ടെത്താനായി വ്യക്തികളിൽ നിന്ന്, സമ്പന്നരായ വ്യക്തികളിൽ നിന്ന് അവരെ ധ്യാനത്തിന്, അവരെ ദാനപ്രക്രിയയ്ക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ദാനം വാങ്ങി ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം നടത്തുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനമാണ് വഖഫ് എന്ന് പറയുന്നത്. അത് അന്യാധീനപ്പെടാതിരിക്കാനാണ് ഈ രീതിയിൽ ഒരു വഖഫ് എന്ന പേര് കൊടുക്കുന്നതും.
ഇത് സത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള നുണ പറയുന്നത് ഇത് പള്ളി പണിയാനാണ്, ഇത് മദ്രസ പണിയാനാണ്, ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയ കർമ്മങ്ങൾക്കാണ് എന്ന വലിയ തെറ്റിദ്ധാരണ, നുണ ഇതിന്റെ പേരിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇത് അതിനു മാത്രമല്ല, അതിനേക്കാളേറെ ആവശ്യങ്ങൾക്കാണ് ഇത് ചെയ്തത് എന്ന് 14-ാം നൂറ്റാണ്ടിൽ മൊറോക്കൻ യാത്രികനായ ഇബിൻ ബത്തൂത്തയുടെ 14-ാം നൂറ്റാണ്ടിലെ ഒരു റിഹള എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വഖഫിന്റെ അടിസ്ഥാന ആവശ്യമെന്ന്. അത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ, അവിടെ ഉണ്ടായിരുന്ന ഭോജനശാലയിൽ ആ കുട്ടികളാണ് ജോലി ചെയ്തിരുന്നത് അധികവും. ഈ ഭോജനശാലയിൽ കുട്ടികൾ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്നത് ചൈനീസ് പിഞ്ഞാണങ്ങളാണ്, തൊട്ടാൽ പൊട്ടുന്ന, നിലത്ത് വീണാ പൊട്ടുന്ന ചൈനീസ് പിഞ്ഞാണങ്ങൾ. ഈ കുട്ടികൾ ജോലി ചെയ്യുമ്പോൾ ഭോജനശാലയിൽ ഇവർ പാത്രം കഴുകുമ്പോൾ നിരന്തരമായി ഈ പിഞ്ഞാണങ്ങൾ പൊട്ടുമ്പോൾ ഈ ഭോജനശാലയുടെ ഉടമസ്ഥർ ഈ കുട്ടികളെ കണക്കറ്റ് പ്രഹരിക്കാറുണ്ടായിരുന്നു, കണക്കറ്റ് അടിക്കാറുണ്ടായിരുന്നു. ഇത് കണ്ട് മനസ്സ് നൊന്ത ഒരു അത്യാവശ്യം സമ്പന്നനായ ഒരു മനുഷ്യൻ എഴുതിയ വഖഫ്, കണ്ടീഷൻ വഖഫ് ഇങ്ങനെയാണ്. അതായത് ഈ പൊട്ടുന്ന പാത്രങ്ങൾക്ക് എല്ലാ പണവും ഞാൻ തരുന്നതാണ്, അതുകൊണ്ട് ആ ഒരു കുട്ടിയെയും നിങ്ങൾ മർദ്ദിക്കരുത് എന്ന്. ഇതാണ് വഖഫിന്റെ 14-ാം നൂറ്റാണ്ടിലെ ഒരു തത്വം. പള്ളി പണിയാനല്ല അദ്ദേഹം വഖഫ് കൊടുത്തത്. കുട്ടികളുടെ കയ്യിൽ നിന്ന് പാത്രം വീണ് പൊട്ടുമ്പോൾ ആ പാത്രത്തിനുള്ള പണം ഞാൻ തരും, അതിന്റെ പേരിൽ കുട്ടികളെ മർദ്ദിക്കരുത് എന്നായിരുന്നു കണ്ടീഷൻ വഖഫ്. ഈ കണ്ടീഷൻ എന്ന വഖഫ് അതെങ്ങനെയാണ് എന്നുള്ളത് മുനമ്പം പ്രശ്നത്തിൽ ഞാൻ പറയാവുന്നതാണ്. ഇത് സാധാരണ വഖഫ് കൊടുക്കുന്നത് മുത്തവലി ആണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇത് കൈകാര്യക്കാരായ മുത്തവലി, അതിന്റെ മുകൾ ഖാദിമാർ ഉണ്ട്. ഇസ്ലാമിക് ഫിഖ് പറയുന്നത് ആ രീതിയിലാണ് ഇതിനെ കൺസ്ട്രക്റ്റീവ് എന്നാണ്. പക്ഷേ അതിന്റെ പഴുതുപയോഗിച്ച്, ഈ മുത്തവലി ഖാദിമാരുടെ പഴുതുപയോഗിച്ച് പലപ്പോഴും മാനുഷികമായ ദൗർബല്യങ്ങളോ അല്ലെങ്കിൽ അല്ലാത്തതുകൊണ്ടോ ധാരാളം പണം അപഹരിക്കുകയോ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുകയോ അന്യാധീനപ്പെടുകയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഈ ആദ്യമായി ഇന്ത്യയിൽ 1954 വഖഫ് നിയമം ഉണ്ടാകുന്നത്. ഭരണഘടനയിലെ 26-ാം വകുപ്പ് അനുസരിച്ച് ഓരോ മതസ്ഥർക്കും അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും മതപ്രവർത്തനങ്ങൾക്കും ആവശ്യത്തിന് പണം സ്വരൂപിക്കുകയും ക്രയവിക്രയം ചെയ്യാമെന്നും ഭരണഘടന 26-ാം വകുപ്പ് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് അതോറിറ്റിയായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സിഖ് ഗുരുദ്വാര, ദേവസ്വം ബോർഡ്. അതുപോലെ സമ്പൂർണമായ ഗവൺമെന്റ് ബോഡി നിയന്ത്രിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിന് കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു നിയമഘടനയാണ്, ബോഡിയാണ് വഖഫ് എന്ന് പറയുന്നത്. നമ്മൾ ഈ തുർക്കി ജനസമൂഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ദ വെഞ്ചർ ഓഫ് ഇസ്ലാം, ഞാൻ ഈയിടെ വായിച്ചൊരു ബുക്കാണ് മാർഷൽ ഹോസ്റ്റന്റെ ദ വെഞ്ചർ ഓഫ് ഇസ്ലാം. വളരെ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരനാണ്, ഇസ്ലാമിക് എയ്റ്റ് എന്ന വാക്ക് കണ്ടുപിടിച്ച ചരിത്രകാരനാണ് ഈ മാർഷൽ ഹോഡ്സൺ. അയാൾ പറയുന്നത് ഇതിനെക്കുറിച്ച് ദ മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാമിക് സൊസൈറ്റി എന്നാണ്. ഈ മുസ്ലിം സമൂഹത്തിന്റെ ഭൗതികമായ അടിത്തറ നിർണയിച്ചിരുന്നത്. അതായത് തുർക്കി സമൂഹങ്ങളിൽ വഖഫ് തൊട്ടിലിൽ ജനിച്ച് വഖഫ് ഭക്ഷണം കഴിച്ച് വഖഫ് ഖബറിൽ അവസാനിക്കുന്നതായിരുന്നു ജീവിതം. ഒരു കാലത്ത് വഖഫ് തൊട്ടിലിൽ ജനിച്ച് വഖഫ് ഭക്ഷണം കഴിച്ച് വഖഫ് ഖബറിൽ അവസാനിക്കുന്ന ഒരു സാമൂഹ്യ ഇക്കോണമി തന്നെ, ഒരു സമ്പദ്ഘടന തന്നെ ഒരു കാലത്ത് നിലനിന്നിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയാം, ജാമിയ ഇസ്ലാമിയയിലെ നമ്മുടെ ഇന്ത്യൻ അറബ് സ്റ്റഡീസ് നടത്തുന്ന അബ്ദുള്ള കൊട്ടപ്പള്ളി വളരെ വിദഗ്ധമായ അവിടുത്തെ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ വിശദീകരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ഇനിയാണ് സാർ ഇവിടെ പറഞ്ഞ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അതായത് 2005 മാർച്ച് 9 ക്രൂരമായി കൂട്ടക്കൊല ചെയ്യപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഉള്ളപ്പോൾ കൊണ്ടുവന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെത്തിയത് ഇന്ത്യയിൽ SC/ST ഗുരുതരമായ സാമ്പത്തിക തകർച്ചയിലാണ്, സാമൂഹ്യ ജീവിതമാണ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നേരിടുന്നതെന്നാണ്. കേരളത്തിലെ മുസ്ലിങ്ങളല്ല, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് സച്ചാർ കമ്മിറ്റി 2005 മാർച്ച് 9 കമ്മിറ്റി രൂപീകരിക്കുന്നതും 2006 നവംബറിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും. ഈ റിപ്പോർട്ടിന്റെ 215, 237 11-ാമത്തെ അധ്യായം 215, 237 22 പേജുകളിൽ പറയുന്നത് വഖഫിനെ കുറിച്ച് മാത്രമാണ്.
22 പേജ് 235 മുതൽ 237 വരെ 22 പേജുകൾ സംസാരിക്കുന്നത് വഖഫിനെ കുറിച്ച് മാത്രമാണ്. അത് വഖഫ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ്. 70% വഖഫ് ഭൂമിയും അന്യാധീനപ്പെട്ടതിനെ കുറിച്ചാണ്. വെറും 7% മാത്രമാണ് 6000 കോടി മുഖവിലയുള്ള ഇന്ത്യയിലെ 4.8 ലക്ഷം ഏക്കറുള്ള അത് ഉപയോഗിക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹം ഇന്ന് നേരിടുന്ന അതിഗുരുതരമായ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും എന്ന് വിദഗ്ധ സമൂഹം കണ്ടെത്തുന്നുണ്ട്. അതിൽ ഈ 22 പേജിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് 1976 ഇന്ദിരാഗാന്ധി എഴുതിയ ഒരു കത്ത് അതിന്റെ 223 പേജിലുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വഖഫ് നിയമ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എടുത്താലും 223 പേജിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു കത്തുണ്ട്. അതിങ്ങനെയാണ്: ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ സാമൂഹ്യ ജീവിതത്തിന് വേണ്ടിയുള്ള വഖഫ് അതിഗുരുതരമായി അന്യാധീനപ്പെട്ടു പോകുന്നു, അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കണം എന്ന കത്തും സച്ചാർ കമ്മിറ്റിയുടെ ഈ പ്രസ്തുത കമ്മിറ്റിയുടെ 223 പേജിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, ആർക്കിയോളജി ഓഫ് ഇന്ത്യ, ഡൽഹി കോർപ്പറേഷൻ, റെയിൽവേ, ഇവരെല്ലാവരും വഖഫ് ഭൂമി കൈവശം വെച്ചിട്ടുള്ളവരാണ്. 2002 LK അദ്വാനി മില്ലനിയം പാർക്ക് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, ഡൽഹിയിൽ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര കോടിയാണെന്ന്. 2002 LK അദ്വാനി ഉദ്ഘാടനം ചെയ്ത മില്ലനിയം പാർക്കിൽ 10 ഏക്കറയും ഖബറിടത്തിനു വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയാണ്. ഇനി ഇതിലൊക്കെ നമുക്ക് അത്ഭുതപ്പെടുന്നത് അംബാനിയുടെ ആന്റില എന്നല്ല പേര്, 32 നിലയുള്ള ആന്റില ആഡംബര വീട് പൂർണ്ണമായും വഖഫ് ഭൂമിയിലാണ്. വെറും 22 കോടിയോ മറ്റോ. നമ്മുടെ നാട്ടിലെ ഒരു എറണാകുളത്തെ 10 സെന്റിന്റെ വില പോലും കൊടുക്കാതെയാണ് ഇത്രയും വിലപിടിപ്പുള്ള ഭൂമി. ഏതോ മനുഷ്യൻ, നമുക്ക് ആധാരം കണ്ടിട്ടില്ല, ഏതോ ഒരു മനുഷ്യൻ തന്റെ ആത്മസംതൃപ്തിക്കായി ദൈവ പ്രാർത്ഥനയുടെ ഭാഗമായി ദരിദ്രർക്കോ പാവങ്ങൾക്കോ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനോ കൊടുത്ത പണമാണ് 32 നിലകളായി അവിടെ ആഡംബര സ്വിമ്മിംഗ് പൂളുകളും ആഡംബര ജീവിതവും നയിക്കുന്ന അംബാനിയുടെ ആന്റില നിലനിൽക്കുന്നത് എന്ന് നോക്കണം. ഡൽഹിയിൽ മാത്രം ഇതിനകം 128ഓളം പ്രോപ്പർട്ടികൾ ഡീനോട്ടിഫൈ ചെയ്തു കഴിഞ്ഞു, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നിയമം നിർമ്മിക്കാൻ പോവുകയാണ്, തകർക്കാൻ. അതിനു മുമ്പ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. 1954 സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരിച്ചതിന് ശേഷമുള്ള ഗതികേടുകളാണ് ഈ പറയുന്നത്. ഞാൻ വഖഫ് ബോർഡ് രൂപീകരിക്കുകയും ഇന്ത്യയിൽ മൊത്തം 32 വഖഫ് ബോർഡുകൾ നിലവിൽ വരികയും ചെയ്തിട്ടും അതിനെ ഒന്നും നിലവയ്ക്കാതെ അതൊന്നും പലതരത്തിലുള്ള തർക്ക സംവിധാനങ്ങൾ ഉണ്ടാക്കി പല കോടതികളും സബ് കോടതികളും ഹൈക്കോടതികളും കയറി ഇറങ്ങി അതിന് പുത്തൻ വ്യാഖ്യാനങ്ങളും അപസർപ്പക നോവൽ പോലെയുള്ള നുണക്കഥകളും അതിന് കോടതികളിൽ നിന്ന് തന്നെ അംഗീകാരവും കിട്ടിക്കൊണ്ടാണ് ഇത്രയും വലിയ ഗൗരവമായ 7% മാത്രം കിട്ടുന്ന 70%വും പൂർണ്ണമായും അന്യാധീനപ്പെട്ട ഈ വഖഫ് ഭൂമി ഉണ്ടായത് നമ്മൾ ആലോചിക്കണം. പിന്നീട് അതിനെ മറികടക്കാമെന്ന, ഞാൻ വേണമെങ്കിൽ വ്യാമോഹം എന്ന് പറയാം, 1995 വഖഫ് നിയമം കൊണ്ടുവരുന്നതും വഖഫ് ട്രിബ്യൂണൽ വരുന്നതും അതിലെ 53 മുതൽ 56 വരെയുള്ള വകുപ്പുകൾ അന്യാധീനപ്പെടുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. 1995 ഈ നിയമം വഖഫ് ട്രിബ്യൂണൽ നിയമം 51 മുതൽ 56 വരെയുള്ള വകുപ്പുകൾ അന്യാധീനപ്പെടുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. 2013 ഭേദഗതി വരുന്നതോടുകൂടി വഖഫ് ഭൂമി കയ്യേറിയാൽ, അവിടെ അനധികൃതമായി കയ്യേറിയാൽ തടവ് ശിക്ഷ കൊടുക്കുന്ന നിയമം 2013 ഉണ്ടായിട്ടുണ്ട്. അന്നുവരെ പിടിച്ചെടുക്കലായിരുന്നു. എന്നാൽ ഇന്ന് വഖഫ് ഭൂമി കയ്യേറിയാൽ തടവു ശിക്ഷ അനുഭവിക്കേണ്ട, മാത്രമല്ല കേരള വഖഫ് ബോർഡ് വകുപ്പിന്റെ 95-ാം വകുപ്പ്, കേരള വഖഫ് ബോർഡിന്റെ 95-ാം വകുപ്പ് ഈ അതോറിറ്റി സിഇഒനെ ഏൽപ്പിക്കുന്നുണ്ട്. 95-ാം വകുപ്പ് കേരള വഖഫ് ബോർഡ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നോക്കാം, വഖഫ് ബോർഡിന്റെ ലോ എന്റെ കയ്യിലുണ്ട്, ഞാൻ അതിന്റെ കോപ്പി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. 95-ാം വകുപ്പ് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ആ രീതിയിൽ സംശയങ്ങളുള്ള വഖഫിന്റെ സമ്പൂർണ്ണ അധികാരം സിഇഒന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സച്ചാർ കമ്മീഷന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു പാനലുണ്ട്. അത് സച്ചാർ കമ്മീഷൻ, ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ, നിയമമന്ത്രാലയം, രാജ്യസഭ സെലക്ട് കമ്മിറ്റി, ഇവരെല്ലാം കൂടി വഖഫ് പ്രോപ്പർട്ടീസ് എവിക്ഷൻ ഓഫ് അൺഓതറൈസ്ഡ് ഒക്കുപ്പൻസ് ബിൽ, അങ്ങനെ ഒരു ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് അനധികൃതമായി ഒക്കുപ്പൈ ചെയ്യുന്നവരെ പുറത്തിറക്കാനുള്ള, എവിക്ട് ചെയ്യാനുള്ള
അവരെ ശിക്ഷ കൊടുത്ത് പുറത്താക്കാനുള്ള നിയമം അത് ഫ്രീസറിൽ വെച്ചിട്ട് ശീതീകരിച്ചുകൊണ്ടാണ് ഇപ്പോ അമിത്ഷായുടെ നേതൃത്വത്തിൽ 44ഓളം ഭേദഗതി കൊണ്ടുവന്ന് വഖഫ് നിയമം മുഴുവൻ അതിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലാതെ അത് ഗവൺമെന്റ് ബോഡിയിലേക്ക്, ജില്ലാ കളക്ടറിലേക്ക്, ബ്രാഹ്മണനായ ജില്ലാ കളക്ടറിലേക്ക് എന്ന് ഊന്നി പറയണം. കാരണം ഇവിടെ ജില്ലാ കളക്ടർമാർ മുഴുവൻ ബ്രാഹ്മണരാണ്, സവർണരാണ്. കാരണം ഇവിടെ മറ്റുള്ളവരാരുമില്ല. അധികവും വരാൻ പോകുന്നത് കളക്ടർമാരായി ഇവിടെ വരുന്നത് മുഴുവൻ സവർണ വിഭാഗമാണ്. IAS അവരാണ് ഈ നിയമം വന്നാൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ അപകടകരമായ കാര്യം. ഈ നിയമം എവിക്ഷൻ ഓഫ് അൺഓതറൈസ്ഡ് പ്രോപ്പർട്ടി ബിൽ ശീതീകരിച്ചു വെച്ച് ഇന്ന് വരെ അത് പാസ്സാക്കി പുറത്തു കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് പകരമാണ് ഉമീദ് എന്ന് പറയുന്ന യുണൈറ്റഡ് വഖഫ് ആക്ട് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. ഉമീദ് ഹിന്ദിയിൽ പ്രത്യാശ കൊടുക്കുക എന്നാണ് അർത്ഥം. സംഘപരിവാർ നമുക്ക് പ്രത്യാശ തരാൻ പോകുക മുസ്ലിംസൊക്കെ. ഉമീദ് എന്ന പേരിൽ, വ്യാജ പേരിൽ എംപവർ ചെയ്യാനാണെന്നും മാനേജ് ചെയ്യാനാണെന്നും എഫിഷ്യന്റ് ആക്കണമെന്നുള്ള വ്യാജ നിർവചനങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ ഒരു അറ്റാക്ക് ഇതിനെതിരെ ഡൈല്യൂട്ട് ചെയ്യുക. നമുക്ക് ഡൈല്യൂട്ട് എന്നുള്ള വാക്കൊക്കെ കഴിഞ്ഞു. ഈ വഖഫ് എന്നുള്ള സാധനമേ നിലനിൽക്കില്ല ഇങ്ങനെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ. അപ്പോ ആ സങ്കല്പം തന്നെ ഡൈല്യൂട്ട് ചെയ്യപ്പെടും. ഇനി അതിനൊരു പ്രസക്തിയില്ല, ആ വാക്കിന് പോലും പ്രസക്തിയില്ലാത്ത വിധം അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇവിടെ ഇനി എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വഖഫിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി മുനമ്പം വിഷയത്തിലേക്ക് വരികയാണ്. ആദ്യമായി ഞങ്ങളുടെ സംഘടനകൾക്കും എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് സാർ പറഞ്ഞ ആദ്യത്തെ കാര്യത്തോട് സമ്പൂർണ്ണമായി യോജിപ്പാണ്. ഒരു ദരിദ്രനെയും ഒരു പാർശ്വവൽകൃതനെയും ഒരു മത്സ്യത്തൊഴിലാളിയെയും അവിടെ നിന്ന് കുടിയിറക്കാൻ പാടില്ല. അതിന് നമ്മൾ ആരും ഒരിക്കലും പിന്തുണ നൽകുന്നതല്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാം മുനമ്പം വഖഫ് ബോർഡ് പരിശോധിക്കുന്നത്. എനിക്കറിയാം, നിങ്ങൾക്ക് വൈപ്പിൻ ട്യൂബിലാണ് അത്. 1926 നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാനൊന്ന് ഓടിച്ച് പറയാം. സത്താർ സേട്ട് പിൻഗാമി സിദ്ദിഖ് സേട്ടിന് തീറായി കൊടുത്ത ഒരു സംഗതിയാണ് ഇത്. പിന്നീട് അത് പതിറ്റാണ്ടുകൾ ഫറൂഖ് കോളേജ് കയ്യിൽ വെച്ചിരുന്നു. ഇതിന്റെ ഗുരുതരമായ ആദ്യത്തെ വീഴ്ച, ഒരു ഭൂമി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ ആ സാധനം ഫറൂഖ് കോളേജ്, ഇപ്പൊ നമ്മളൊരു ആൾക്ക് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ വഖഫ് ബോർഡ് അതറിയില്ല. വഖഫ് ബോർഡ് നിങ്ങൾ ആരൊക്കെ വഖഫ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കലല്ല പണി. നിങ്ങളൊരാൾക്ക് വഖഫ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു മുത്തവലി വന്നു കഴിഞ്ഞാൽ മുത്തവലിയുടെ ഉത്തരവാദിത്തമാണ് വഖഫ് ബോർഡിനെ അത് അറിയിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം പ്രാഥമികമായി അവർ ചെയ്തില്ല. ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ്. 1950 നവംബർ 1 സർവേ നമ്പർ 18 കൊച്ചി ബംബ്ലാശ്ശേരി ബംഗ്ലാവിൽ സിദ്ദിഖ് സേട്ട് ഖാൻ ബഹാദൂർ PK ഉണ്ണിക്കമ്മു എന്ന് പറയുന്ന കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ അന്നത്തെ മാനേജരായ ഖാൻ ബഹാദൂർ ഉണ്ണിക്കമ്മുവിന് കൊടുക്കുന്ന ആധാരം, അതിലെ വരികൾ മാത്രം ഞാൻ വായിക്കാം, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ 1723 875 നമ്പർ തീരാധാര പ്രകാരം എനിക്ക് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ച് ഞാൻ കൈവശം വെച്ചും ദഹനാദികൾ ചെയ്ത് 56 നമ്പർ പട്ടയത്തുംപടി പേരിൽ കൂട്ടി കരം തീർത്തും നിരാക്ഷേപമായി അനുഭവിച്ചു വരുന്ന വസ്തുക്കളിൽ താഴെ പറയുന്നതും 1 ലക്ഷം വില വരുന്നതുമായ 404 ഏക്കർ 76 സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹനാദികളും കൂടി മേപ്പടി കോളേജിന് ഇസ്ലാമിക വിശ്വാസപ്രകാരം നടത്താൻ എന്ന വിശ്വാസം കൊണ്ട് എന്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥയോടെ സകലതും അവകാശങ്ങളും ഒഴിഞ്ഞ് വഖഫ് ആയി മേപ്പടി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി നൽകുന്നു എന്നാണ്. കൃത്യമാണ്. പിന്നീട് പറയുന്ന കാര്യമാണ്, താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു വസ്തുവും അതിൽപ്പെട്ട വകകളും അതിൽ നിന്നെടുക്കുന്ന ആദായവും ഫറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കരുത്, ബാറ് തുടങ്ങരുത്. എങ്കിലും ഒരു കാലത്ത് കോളേജ് ഇല്ലാതെ വന്നാൽ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് എന്റെ പിന്തുടർച്ചാവകാശികൾക്കും അധികാരമുണ്ട് എന്നാണ് ഈ ആധാരത്തിന്റെ പ്രസ്താവനകൾ. ഇതാണ് ഈ വഖഫിനെ കുറിച്ച് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ ദൈവനാമത്തിൽ ഞാൻ വഖഫ് ചെയ്യുന്നത്. ഇത് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവരാവകാശ രേഖ അനുസരിച്ച് കിട്ടിയ എല്ലാ രേഖകളും നമ്മുടെ കയ്യിലുണ്ട്. ഇത് വഖഫ് ആണെന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പേരിലാണ് നമ്മൾ ഇനി അടുത്ത ചർച്ച വരുന്നത്, ഇത് കണ്ടീഷൻ വഖഫാണ് എന്ന്. അങ്ങനെയാണ് എല്ലാ വഖഫും.
ഒരു വഖഫും കണ്ടീഷൻ ചെയ്യണ്ട എന്ന് പറയുന്നില്ല. നിങ്ങൾ എന്ത് കണ്ടീഷൻ എഴുതിയാലും, എന്തെല്ലാം കണ്ടീഷൻ നിങ്ങൾ അതിൽ എഴുതിയാലും, ആ കണ്ടീഷൻ മുഴുവൻ വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ വഖഫ് ബോർഡാണ് ആ തീരുമാനിക്കുക. ആ കണ്ടീഷൻ നടപ്പാക്കണോ നടപ്പാക്കണ്ടേ എന്നുള്ളത് 1995 വഖഫ് ബോർഡിന്റെ വഖഫ് ബോർഡ് 3952 വകുപ്പാണ് എഴുതി കാണുന്നത് പ്രിന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാക്കി തരാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വഖഫിൽ എഴുതാം, കണ്ടീഷൻ എഴുതാം. മോരും വെള്ളം കുടിക്കാൻ, പറവൂര് മോരും വെള്ളം കുടിക്കാനുള്ള വഖഫ് ഉണ്ടായിരുന്നു. മോരും വെള്ളം എന്ന് പെപ്സിയാ. അപ്പൊ അത് ബാർ തുടങ്ങാൻ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അത് വഖഫല്ലാതാവുന്നില്ല. അതുകൊണ്ട് ഈ പേജുകൾ മുഴുവൻ നിങ്ങൾക്ക് ഞാൻ തരാം. ഇത് വഖഫ് ബോർഡിന്റെ നിയമാവലികളാണ്. 117, 178, 40 തുടങ്ങിയ പേജുകളിൽ എന്താണ് വഖഫ് ഭൂമി, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിന്റെ ഇംഗ്ലീഷ് സാധനം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ലഭ്യമാക്കി തരാം. സമ്പൂർണ്ണ അധികാരം വഖഫ് ബോർഡിനുള്ളതാണ്. അതിലെന്ത് കണ്ടീഷൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നുള്ളത് ഒരു രജിസ്ട്രാറും നോക്കുന്നില്ല. നിങ്ങൾക്ക് വഖഫ് എഴുതാം, എന്താവശ്യത്തിനാണെന്ന് എഴുതാം, പിഞ്ഞാണം പൊട്ടിയ കുട്ടികളെ സഹായിക്കാൻ എഴുതാം, എനിക്ക് തിരിച്ചു തരാൻ എഴുതാം, തിരിച്ചു തരണ്ടെന്ന് എഴുതാം. ഇതെല്ലാം ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ വ്യാപകമായി ഇന്ത്യയിൽ ഇതിന്റെ പേരിൽ വ്യവഹാരങ്ങൾ നടത്തി തട്ടിപ്പുകൾ നടക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റ് കമ്മിറ്റി ഒരു നിയമം നിർമ്മിച്ചതും 1995 ആ നിയമം പാസാക്കിയതും. അതുപോലെ 95-ാം വകുപ്പ് നമ്മുടെ കേരള വഖഫ് ബോർഡ് അതിന്റെ അധികാരം സിഇഒന് കൂടി കൊടുക്കുന്നതും, സമ്പൂർണ്ണ അധികാരം സിഇഒന് കൊടുക്കുന്നതും. വഖഫ് ബോർഡ് മാത്രമല്ല ഈ കാര്യത്തിൽ. അങ്ങനെ 1951 മാർച്ച് 28-ന് 609-ാം നമ്പർ പ്രകാരം ഇത് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നു. പിന്നീട് ഉണ്ടാവുന്നത് 1967 ഒരു 114 ഏക്കർ കൃഷി ആദായം കൊടുക്കാനായി സാർ പറഞ്ഞ പാട്ടത്തിന് കൊടുത്തതാണ്. ഈ പാട്ടത്തിന് കൊടുത്തതാണ് തർക്ക വിഷയമായി മാറുന്നത്. അതിനിടയ്ക്ക് 1961 അവിടെ ഒരു തടയണ കെട്ടലുമായി ബന്ധപ്പെട്ട് അത് നിയമസഭയിൽ അത് ഉയർന്നു വന്നിട്ടുണ്ട്. അന്നത്തെ ആഭ്യന്തരമന്ത്രി പി.ടി. ചാക്കോ അത് നിയമസഭയിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് അത് വഖഫാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രൊട്ടക്ഷൻ കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ. 67 അവിടെ പാട്ടത്തിന് കൊടുത്ത കൃഷി അവിടെ അത് തൻ്റെതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പറവൂർ സബ് കോടതിയിൽ അന്യായം, പറവൂർ സബ് കോടതി റിസീവറെ വയ്ക്കുന്നു. 1971 ജൂലൈ 12 43-ാം ഗണ്ണിക, വിധിയുടെ 43-ാം ഗണ്ണിക വായിക്കുക. 1971 ജൂലൈ 12-ന് വന്ന വിധിയിൽ കൃത്യമായി പറവൂർ കോടതി റിസീവറെ വെച്ച് പറയുകയാണ് ഇത് വഖഫ് ഭൂമിയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും വരുന്നില്ല. പിന്നീട് തുടർന്ന് ഇവർ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി വിദഗ്ധ നിരീക്ഷണത്തിൽ അൺഈക്വോക്കലി 1975 സെപ്റ്റംബർ 30-ന് അപ്പീൽ തള്ളിക്കൊണ്ട് പറയുന്നത് എല്ലാ വിശദമായ നിരീക്ഷണങ്ങൾക്കും ശേഷം, പേപ്പർ തന്നില്ല എന്നല്ല, പല കേസുകൾ അങ്ങനെയാണ് ഹൈക്കോടതി തള്ളുക, കൃത്യമായ പേപ്പറില്ല എന്നല്ല, വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം അൺഈക്വോക്കലി ഇത് തള്ളുന്നു എന്ന് പറഞ്ഞ് ഈ വഖഫ് അല്ല എന്ന് പറഞ്ഞ അപ്പീൽ തള്ളുകയാണ് ഉണ്ടായത്. കോളേജിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിന്റെ അഭാവത്തിൽ തയ്യേറ്റം തകൃതിയായി പിന്നീടും തുടർന്നു എന്നുള്ളതാണ്. അപ്പോഴും ഈ കോളേജ് അധികൃതർ വഖഫിനെ ബോർഡിനെ അറിയിച്ചില്ല. അതിനിടയ്ക്ക് വാണിജ്യ സാധ്യതകൾക്ക് വേണ്ടി വൻകിട കയ്യേറ്റങ്ങൾ, നിർബാധം കടലാസ് പോലും ഇല്ലാത്ത കയ്യേറ്റങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനിടയ്ക്കാണ് കോളേജ് നേരിട്ടുള്ള മേലോട്ട അഭാവത്തിൽ 1998 ഡിസംബർ 27-ന് MB പോൾ എന്ന് പറയുന്ന ഒരാൾക്ക് പവർ ഓഫ് അറ്റോർണി മാത്രമല്ല പ്രത്യേക അധികാരത്തോടുള്ള പവർ ഓഫ് അറ്റോർണി കൈമാറുന്നത്. അതോടെ പിന്നെ വിൽപ്പനയുടെ മഹോത്സവങ്ങളായിരുന്നു. എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ കുറെ പണം ഫറൂഖ് കോളേജിന് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മകൻ അവിടെ റിസോർട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും വ്യാപകമായ വിൽപ്പന, നമ്മൾ ഹാസ്യാത്മകമായി പറയുന്ന നമ്മുടെ രാജേന്ദ്രൻ പട്ടയം പോലെ MB പോൾ പട്ടയം വ്യാപകമായി വിറ്റഴിക്കുന്നു. എന്നാൽ അത് കുറെയൊക്കെ അധികൃതർ അതിന് പൂർണ്ണമായും കരമടയ്ക്കാൻ അനുമതി നൽകുന്നു. കോളേജ് അധികൃതർ നിശ്ചയിച്ച വില കൊടുത്തവരും അതിലുണ്ട്. അധിക മുന്നാധാരങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ തന്ത്രം. ഇത് വഖഫ് ഭൂമി അല്ലെങ്കിൽ ഇവരെന്തിനാണ് കൃത്രിമാധികാര മുന്നാധാരങ്ങൾ ഉണ്ടാക്കിയത്? അനധികൃത മുന്നാധാരങ്ങൾ 2ഉം 3ഉം മുന്നാധാരങ്ങൾ ഉണ്ടാക്കി. കാരണം വാങ്ങുന്ന ആൾ മുന്നാധാരത്തിലേക്ക് പോകാറില്ല, ഒരു 3 ആധാരമൊക്കെ നിർത്തും. ഇതിന് ഇടയിൽ അനധികൃതമായി കൃത്രിമമായി 2ഉം 3ഉം മുന്നാധാരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വഖഫിന്റെ ആധാരത്തിലേക്ക് പല പാവപ്പെട്ടവരും പോയില്ല. അവരെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്. ഈ ദരിദ്ര മനുഷ്യരെയാണ് പറ്റിക്കേണ്ടത്. അല്ലാണ്ട് റിസോർട്ട് മാഫിയയ്ക്കും ബാറുകാർക്കും സ്വന്തം വക്കീലില്ല, സ്വന്തം അഭിഭാഷകനില്ല, അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അത് പാവപ്പെട്ട മനുഷ്യരെ മാത്രം ആ രീതിയിൽ വഞ്ചിക്കാൻ കഴിയുള്ളൂ. അതിന്റെ സത്യത്തിൽ 1/3 ഭാഗം മാത്രമേ ഈ കുടുംബങ്ങൾ എന്ന് പറയുന്നതുള്ളൂ എന്നാണ് പറയുന്നത്. 1/3 പോലും കാണില്ലെന്ന് പറയുന്നു. 2008 ഒരു വഖഫ് ബോർഡ് അംഗമാണ് ഇത് പരാതിയായി വരുന്നത്.
ഈ 2008 വഖഫ് ബോർഡ് അംഗം പരാതി വരുന്നതോടുകൂടി അധികൃത കാര്യങ്ങളെല്ലാം പുറത്താവുന്നു. അപ്പോഴും നമ്മളിത് പലരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അതിൽ ഇടപെടാൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും ഉൾപ്പെടെ അതിന്റെ നിർദ്ദേശങ്ങളും ഉൾപ്പെടെ ഈ വിഷയം തർക്കമായപ്പോൾ VS അച്യുതാനന്ദൻ സർക്കാർ നിങ്ങൾക്കറിയാം ഒരു കമ്മീഷൻ വെക്കുന്നു, ജസ്റ്റിസ് നിസാർ കമ്മീഷൻ. 2009 ഒക്ടോബർ 30 കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു. 2009 ഒക്ടോബർ 30 കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു. 600 ഏക്കറോളം ഈ തരത്തിൽ കേരളത്തിൽ വ്യാപകമായി അനധികൃതമായി വഖഫ് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 404.7 ഏക്കറാണെന്നും മറ്റ് സ്ഥലങ്ങൾ ഉൾപ്പെടെ അത് പാസ്സാക്കുകയും ഫറൂഖ് കോളേജ് വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തുകയും ചെയ്തു കമ്മീഷൻ. 1992 93 ഈ പ്രശ്നം നിൽക്കുമ്പോഴും ഫറൂഖ് കോളേജ് വിറ്റുകൊണ്ടിരുന്നു. 1998 പോൾ 2010 മെയ് 3 മന്ത്രിസഭ ഈ നിസാർ കമ്മീഷൻ അംഗീകരിക്കുകയാണ്. ഈ 2010 മെയ് 3 കമ്മീഷൻ വഖഫ് നടപടി ആരംഭിക്കുന്നു. അവർക്കത് ചെയ്യാൻ കഴിയൂ. വഖഫ് ബോർഡിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ പേരിൽ കേസ് വരും. അതുകൊണ്ടാണ് അവരത് ഇടപെടേണ്ടി വന്നത്. 2019 വഖഫ് ഉത്തരവുണ്ടാവുന്നു. എന്നിട്ടും ഇഷ്ടദാനം എന്നെഴുതി 2019 വഖഫിന്റെ ഉത്തരവുണ്ടായിട്ടും ഇഷ്ടദാനം എന്നെഴുതി ഫറൂഖ് കോളേജ് വിൽപ്പന തുടരുകയും ചെയ്തു. വഖഫ് നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി തുടർന്നു. 2022 നികുതി അടയ്ക്കാൻ അനുമതി കൊടുക്കുന്നു. വഖഫ് പ്രൊട്ടക്ഷൻ കൗൺസിലാണ് അവിടെ ഇടപെടുന്നത്. വഖഫ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഇടപെട്ട് വിധി ഹൈക്കോടതി, അങ്ങനെ ആ ഹൈക്കോടതി ഒരു അവധിക്കാല ബെഞ്ച് തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ ആ വിധി സ്റ്റേ ചെയ്യുന്നു. ഈ നികുതി അടയ്ക്കാനുള്ള വിധി സ്റ്റേ ചെയ്യുന്നു. 2022 ഇനി നിങ്ങൾ കേൾക്കണം. 2022 LDF മന്ത്രി V അബ്ദുൾ റഹ്മാൻ നിയമസഭയിൽ KPA മജീദിന്റെ സബ്മിഷന് മറുപടി പറയുന്നുണ്ട്. അത് 2022 LDF മന്ത്രി V അബ്ദുൾ റഹ്മാൻ നിയമസഭയിൽ KPA മജീദിന്റെ സബ്മിഷന് മറുപടി പറയുന്നത് വഖഫ് ഭൂമി തിരിച്ചു പിടിക്കും ഉറപ്പായി എന്നാണ്. ഈ മുസ്ലിം ലീഗിന്റെ KPA മജീദാണെന്ന് ആലോചിക്കണം. ഈ V അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന വഖഫ് മന്ത്രി ഉറപ്പ് കൊടുക്കണ സബ്മിഷന് മറുപടിയായിട്ട് വഖഫ് ഭൂമി തിരിച്ചു പിടിക്കുന്നു. പെട്ടെന്ന് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, എല്ലാം ഇരട്ടത്താപ്പാകുന്നു, തകരുന്നു. അവസാനം വഖഫ് പദവി തന്നെ ചോദ്യം ചെയ്യാൻ ഈ രാഷ്ട്രീയ വർഗം തീരുമാനിക്കുന്നു. അവിടെയാണ് അനാവശ്യമായ തർക്കം വീണ്ടും വരുന്നത്. 60 വർഷം വഖഫിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്ന കുറ്റകരമായ സ്വന്തം സമുദായത്തോട് ചെയ്യുന്ന കുറ്റകരമായ നിലപാടാണ് ഈ കാര്യത്തിൽ ഫറൂഖ് കോളേജ് എടുത്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സിദ്ദിഖ് സേരിന്റെ മക്കൾ ബോർഡിന് പരാതി നൽകുന്നു. തുടർന്ന് അത് 2019 മെയ് 20 ബോർഡ് ഉത്തരവ് വരുന്നു. 15 ദിവസത്തിനുള്ളിൽ മുത്തവലി, അതായത് ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ എന്നിട്ടും ചെയ്തില്ല. അല്ലെങ്കിൽ അത് സ്വമേധയാ വഖഫായി രജിസ്റ്റർ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടും ചെയ്തില്ല. അവസാനം 2019 സെപ്റ്റംബർ 25 വഖഫ് രജിസ്റ്റർ ചെയ്യാൻ വഖഫിലെ ജയസിന് ജൂനിയർ സൂപ്രണ്ടിന് നിർദ്ദേശം കൊടുക്കുന്നു. ജൂനിയർ സൂപ്രണ്ട് 2019 മെയ് 20 അത് വഖഫായി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഇല്ലെങ്കിൽ അത് സ്വമേധയാ ചെയ്യപ്പെടും. തുടർന്ന് ആണ് ജമാൽ CEO, അന്നത്തെ CEO ആസ് പെർ ദ ഗവൺമെന്റ് റൂൾ ഉത്തരവ് തഹസിൽദാർക്ക് കൊടുക്കുന്നു. ഇനി നികുതി അടയ്ക്കാൻ അനുവദിക്കരുത്. കാരണം വഖഫ് ബോർഡിന്റെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ജമാലിനും. ഇല്ലെങ്കിൽ ജമാലിന്റെ പേരിൽ കേസ് വരും. അങ്ങനെ ജമാൽ CEO നികുതി സ്വീകരിക്കരുത് എന്ന് പറയുന്നു. 1954 വഖഫ് ആക്ട് 36A, 54 വഖഫ് ആക്ട് 95, 51 വകുപ്പുകൾ അനുസരിച്ച് ബോർഡിന്റെ മുൻകൂട്ടി അനുമതിയില്ലാതെ ഒന്നും വഖഫ് ഭൂമിയിൽ ചെയ്യാൻ പാടില്ല. 2013 റിവിഷൻ അനുസരിച്ച് വഖഫ് ബോർഡിന് പോലും വെക്കാൻ പാടില്ല. മുമ്പ് വഖഫ് ബോർഡിന് വേണമെങ്കിൽ വെക്കാൻ അനുവദിക്കാതെ വഖഫ് ബോർഡിന് പോലും വെക്കാൻ പാടില്ല 2013 നിയമം അനുസരിച്ച്. ഇപ്പൊ വഖഫ് ബോർഡ് വിചാരിച്ചാൽ വെക്കാൻ പറ്റില്ല, ആദായം എടുക്കാൻ മാത്രമേ പറ്റൂ. അത്ര സ്പെസിഫിക് ആണ് നിയമം. ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി V അബ്ദുൾ റഹ്മാൻ, നിങ്ങൾ ആലോചിക്കണം, ഈ സച്ചാർ കമ്മിറ്റിയെ നിയോഗിച്ച് ഇത് കണ്ടെത്തി വഖഫ് ഭൂമി തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ V അബ്ദുൾ റഹ്മാൻ പിന്നീട് പറയാണ് ഇത് ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് CEOനോട്, ജമാലിനോട്. ജമാൽ പറയുന്നു ഉത്തരവ് വേണം, എനിക്ക് ചെയ്യാൻ കഴിയില്ല, ബോർഡിന് ചെയ്യാൻ കഴിയില്ല, ബോർഡിന് നിയമമില്ല, നികുതി അടയ്ക്കരുത് എന്ന് പറയാനേ എനിക്ക് അധികാരമുള്ളൂ. നികുതി വഖഫ് ഭൂമിയിൽ നിങ്ങൾ വിവരിച്ചോ എന്ന് പറയാൻ ആൾക്ക് അധികാരമില്ല. അതുകൊണ്ട് ഉത്തരവ് തരാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഉത്തരവ് കൊടുക്കില്ല. കാരണം അയാൾക്കറിയാം നിയമവിരുദ്ധാണ്, ഉത്തരവ് കൊടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെ അത് സ്തംഭിച്ചു നിൽക്കെ ഇവരെന്ത് ചെയ്തു? റവന്യൂ മന്ത്രി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ഒരു ഉപസമിതിയെ നിയമിച്ചു. ഈ ഗവൺമെന്റ്, ഈ വ്യാജ തട്ടിപ്പ് ഗവൺമെന്റ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ റവന്യൂ മന്ത്രി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ഒരു ഉപസമിതിയെ നിയോഗിച്ച് നികുതി സ്വീകരിക്കാൻ ഉത്തരവ് തഹസിൽദാർക്ക് കൊടുക്കുന്നു. കൃത്രിമമായിട്ട്. V അബ്ദുൾ റഹ്മാൻ LDFന്റെ ഒക്ടോബർ 7 2022 ഒക്ടോബർ 7, അധികം കാലമായിട്ടില്ല. ഈ ഇരട്ടത്താപ്പാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇരട്ടത്താപ്പാണ് മുൻപത്തെ പ്രശ്നം. അങ്ങനെ കേരള വഖഫ് സംരക്ഷണ സമിതി അവിടെ ഇടപെടുന്നു.
ഹൈക്കോടതി ഇടപെടുന്നു. എത്ര കാലം കഴിഞ്ഞാലും എത്ര കൈമാറിയാലും വഖഫ് മാത്രമായിരിക്കും. അതിന്റെ ആധാരത്തിൽ വഖഫായി തരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതാണ് വിധി. അതുകൊണ്ട് അതിൽ അന്ന് വഖഫ് സംരക്ഷണ സമിതിക്ക് TM അബ്ദുൽ സലാം, നാസർ മനയിൽ തുടങ്ങിയവർ കോടതിയിൽ ഹർജി കൊടുക്കുന്നു. ഹൈക്കോടതി ഇടപെടുന്നു. സമ്പൂർണമായി ഇത് വഖഫാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നികുതി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ അവസാന വിധി. അതായത് 2022 നവംബർ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി ഉത്തരവുണ്ടാവുന്നു. 2022 നവംബറിൽ തൽസ്ഥിതി തുടരാൻ. പിന്നീട് റവന്യൂ രേഖ നൽകാമെന്ന് വീണ്ടും പറയുന്നു. അതിനുശേഷം വീണ്ടും വഖഫ് സംരക്ഷണ സമിതി അവധിക്കാല ബെഞ്ച് പറയുന്നു. തെറ്റുപറ്റിയെന്ന് ഹൈക്കോടതിക്ക് തോന്നിയതുകൊണ്ട് ഉടനെ വീണ്ടും വിധി റദ്ദാക്കിക്കൊണ്ട് നികുതി അടയ്ക്കാൻ പാടില്ല എന്ന് അന്തിമ വിധി ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു. ഈ അന്തിമ വിധിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2023 ഫെബ്രുവരി ഉത്തർപ്രദേശ് സ്ഥിരപ്പെടുത്തിയ ഏറ്റവും അവസാനത്തെ വിധി ഇതാണ്. അതായത് വഖഫ് ഭൂമിയാണ്. എന്താണ് വഖഫ് ഭൂമി, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇതിന്റെ നിയമസംഹിതകൾ, എന്താണ് വഖഫ് ബോർഡിന്റെ മുഴുവൻ രേഖകളും വഖഫ് ബോർഡ് നിയമത്തെ കുറിച്ചുള്ള ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ഇതാണ് വഖഫ് ബോർഡിന്റെ ഉത്തരവാണിത്. 1995 വഖഫ് ബോർഡ് നിയമമാണിത്. ഈ നിയമത്തെ ലംഘിക്കാൻ ഇതൊരു മുസ്ലിം പ്രശ്നമാണ് എന്ന് കൃത്രിമമായി പറയുന്നതാണ്. ഇതൊരു മുസ്ലിം പ്രശ്നമല്ല, മുസ്ലിം പണ്ഡിറ്റിന്റെ പ്രശ്നമല്ല, മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രശ്നമല്ല. ഈ പ്രശ്നം ഇന്ത്യയിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം അംഗീകരിക്കാൻ ഓരോ പൗരനും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. അത് ആ പൗരനെ, ആ നിയമം, ആ പൗരാവലിക്ക്, ആ സമുദായത്തിന് ആ നിയമം ലഭ്യമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ കാപട്യം നടത്തി സംഘപരിവാറിനും ഇവിടുത്തെ മറ്റ് തീവ്ര സംഘങ്ങൾക്കും സംഘപരിവാറിനെ നിർഭാഗ്യവശാൽ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കും, അതായത് മണിപ്പൂർ എന്താണെന്ന് പോലും അറിയാത്ത ന്യൂനപക്ഷങ്ങൾക്കും മനസ്സിലാവാത്ത കാര്യം. അതുകൊണ്ട് പൊതുവിൽ ഇത് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഇത് പരിഹരിക്കുക ഇത് വഖഫാണെങ്കിൽ എന്ന്. അവസാനമായി പറയാണ്, ഇത് വഖഫാണ് എന്ന് പറയാതെ നിങ്ങൾക്ക് പരിഹരിക്കാനാവില്ല ഒരു കോടതിയും. നമുക്കറിയാം, ജയ് ശ്രീറാം വിളിച്ചിട്ട് മറ്റേ സർവേക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും കോടതികളുടെയും നാടാണിത്. കോടതി ഒന്ന് ചെന്ന് പറഞ്ഞാൽ മതി, അവിടെ ശിവനുണ്ട് പള്ളിയുടെ താഴെന്ന്. ഉടനെ ഉദ്യോഗസ്ഥർ ഇറങ്ങുകയായി അന്വേഷിക്കാൻ. കോടതി ഉത്തരവ് വരികയായി നിമിഷങ്ങൾക്കകം. പിറ്റേ ദിവസം വരുന്നത് എങ്ങനെയാണെന്ന് ഉദ്യോഗസ്ഥർ ജയ് ശ്രീറാം എന്ന ആക്രോശത്തിന്റെ അകമ്പടികളോടുകൂടി. അങ്ങനെയല്ലാതെ ഈ നിയമത്തെ നിങ്ങൾക്ക് ലംഘിക്കാൻ കഴിയില്ല. ജയ് ശ്രീറാം വിളിച്ചിട്ടല്ലാതെ ഈ നിയമത്തെ നിങ്ങൾക്ക് ലംഘിക്കാൻ കഴിയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കുക എന്ന സോഷ്യലിസ്റ്റ് ഐഡിയോളജി അല്ലെങ്കിൽ ആ നീതി തന്നെയാണ് നമുക്ക്. അതിനെന്താണ് പരിഹാരം? ഇത് വഖഫാണെന്ന് അംഗീകരിക്കുക. വഖഫ് നിയമത്തിൽ ഏറ്റവും ലളിതമായ ഒരു സംഗതിയുണ്ട്. അത് ഗവൺമെന്റിന് ഏറ്റവും ആവശ്യമായ സിറ്റുവേഷനിൽ വഖഫ് ഭൂമി എക്വയർ ചെയ്യാവുന്നതാണ്. അത് കൃത്യമായി വഖഫ് ബോർഡിന് ബോധ്യപ്പെടണം. വെറുതെ ഗവൺമെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വഖഫ് അവർ കോടതി പോകും, തരില്ല. വഖഫ് ബോർഡിന് കൂടി ബോധ്യപ്പെടണം ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതിയാണ്. കേരളയിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ബാർ കൊടുക്കാനാണെങ്കിൽ കിട്ടിയെന്ന് വരില്ല. പക്ഷേ അതല്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനത്തിനോ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വഖഫിന് ബോധ്യപ്പെട്ടാൽ അത് എക്വയർ ചെയ്യാനുള്ള ഒരു അവകാശം ഇത് ഗവൺമെന്റിന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വഖഫ് ബോർഡാണെന്ന് അംഗീകരിക്കുക. ഈ സ്ഥലം ഗവൺമെന്റ് എക്വയർ ചെയ്യുക. എങ്ങനെ? എല്ലാ സ്ഥലവും അല്ല കേട്ടോ. പാവപ്പെട്ട തമ്പാൻ തോമസ് പറഞ്ഞ വർഗം, ആ ക്ലാസ്, വർക്കിംഗ് ക്ലാസ്, അവർക്ക് ഈ ഭൂമി ഗവൺമെന്റിന് എക്വയർ ചെയ്യാവുന്നതാണ്. എക്വയർ ചെയ്ത് ഏറ്റവും നോമിനൽ ആയിട്ടുള്ള ഏറ്റവും ചെറിയൊരു പൈസയ്ക്ക് വഖഫ് ബോർഡ് തയ്യാറാവും. കാരണം അവരെ പുനരധിവസിപ്പിക്കുക, അവർക്ക് റവന്യൂ അവകാശം കൊടുക്കണമെന്ന് എല്ലാവരെക്കാൾ ആദ്യം പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ്, വഖഫ് ബോർഡാണ്. പിന്നെന്താ അവർക്ക് വിരോധം? നിസ്സാര പൈസയ്ക്ക് ഇത് ചെയ്യാവുന്നതാണ്. ആ പൈസ ഫറൂഖ് കോളേജ് അടയ്ക്കുക. നിങ്ങൾ സെന്റിന് 1000 രൂപയോ സെന്റിന് 5000 രൂപയോ വയ്ക്കുക. ആ പൈസ ഫറൂഖ് കോളേജ് അടയ്ക്കുക. അവർക്ക് അവരുടെ ഭൂമി, ആധാരത്തിലുള്ള ഭൂമി, ആധാരത്തിൽ എഴുതിയ ഭൂമി സമർപ്പിക്കാൻ പറയുക. ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടാക്കുക. ഈ അവരോട് ആധാരം സമർപ്പിക്കാൻ പറയുക. ആ ആധാരം സമർപ്പിച്ച പാവപ്പെട്ട മനുഷ്യർക്ക്, വഞ്ചിച്ച മനുഷ്യർക്ക്, അവർക്ക് ഈ ഭൂമി എക്വയർ വെറും 1000 രൂപയ്ക്കോ, അല്ലെങ്കിൽ അത് വഖഫ് ബോർഡ് പോയി ചർച്ച ചെയ്യണം. വഖഫ് ബോർഡുമായി ചർച്ച ചെയ്യണമെങ്കിൽ വഖഫ് ഭൂമിയാണെന്ന് പറയേണ്ടി വരും. അതല്ലാതെ വെറുതെ ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പാവങ്ങൾ ഇനിയും വഞ്ചിക്കപ്പെടും. സംഘപരിവാറിന്റെ ഐഡിയോളജിക്ക് വേണ്ടി മാത്രമാണ് പറ്റിക്കപ്പെടുന്നത്. ഇവിടുത്തെ സവർണ മറ്റു വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി പറ്റിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ പൈസ അടച്ചാൽ അവർക്ക് വളരെ സുഖമായി അവർക്ക് റവന്യൂ അവകാശവും കിട്ടും. അതിന്റെ മുകളിൽ കക്ഷി ചേർന്നിട്ട് ആർക്കും ഒന്നും ചെയ്യാനും കഴിയില്ല. കാരണം 1000 രൂപയ്ക്ക് പണം കൊടുത്ത് വഖഫ് ബോർഡിന്റെ അടുത്ത് വാങ്ങിയതായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അത് വഖഫ് ബോർഡ് കൊടുക്കുന്നു, ഗവൺമെന്റ് എക്വയർ ചെയ്യുന്നു. ആ പണം മറ്റേ വഞ്ചന നടത്തിയ
വഞ്ചന നടത്തിയ ഈ ഫറൂഖ് കോളേജ് കൊടുക്കുന്നു. സത്യത്തിൽ ഫറൂഖ് കോളേജിനെ പ്രോസിക്യൂട്ട് ജയിലിൽ കയറ്റാവുന്നതാണ്. അതൊന്നും നമ്മൾ പറയുന്നില്ല. സമാധാനപരമായിരിക്കണം. കയറ്റണമെന്ന് പറയുന്ന ആളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. പക്ഷെ കാരണം കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ ഇവിടെ നിയമം കൊണ്ടുകാരില്ല. എന്നിരുന്നാലും അത് ജനങ്ങളുടെ തീരുമാനിക്കുന്നതാണ്. എന്തോ ആവട്ടെ, അവർക്ക് ഇത് അവർ ആ പണം അടച്ച് ഇത് എക്വയർ ചെയ്യാൻ ഗവൺമെന്റിന് അനുവദിക്കുകയും ആ പൈസ കൊടുക്കുകയും ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. പരിഹരിക്കാതിരിക്കുന്നത് തമ്പാൻ തോമസ് വ്യക്തമാക്കി കഴിഞ്ഞു. വരാൻ പോകുന്ന 44 അമെന്റ്മെന്റ് ബില്ലുകളും നിങ്ങൾ ജാഗ്രതയോടെ വലിയ പോരാട്ടത്തോടെ അത് പരാജയപ്പെടുത്തണം. ഈ മുന്നേറ്റം സംഘപരിവാറിന്റെ പശുരാഷ്ട്രീയം, ഉത്തരേന്ത്യൻ പശുത്തൊഴുത്തിൽ നിന്ന് വരുന്ന പ്രത്യയശാസ്ത്രം കേരളത്തിൽ നടക്കില്ല എന്ന് പറയാനുള്ള പുതിയ മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കണം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.